ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ 2025 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയത്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളൊന്ന് റെഡി ആവണമല്ലോ. അപ്പോൾ ഇന്ന് 7-ാം തീയതിയാണ്. 7-ാം തീയതി 8-ാം തീയതി 7-ാം തീയതി അല്ലേ 7-ാം തീയതിയാണ് നമസ്വീൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ 2:10 ഇപ്പോൾ ഓൾറെഡി സമയം 1:45 ആവാറായിട്ടുണ്ട്. 1:45 ആകുമ്പോൾ വണ്ടി വരും. സ്കൂളിൽ പോകണം. ആനുവൽ ഡേക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് നന്നായി വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നമസ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇയർലി പ്ലാനർ ഞാനും അവളും കൂടെ ഇരുന്നിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. നോർമലി എല്ലാവരും നമ്മൾ വലിയ ആൾക്കാരുടെ ബുള്ളറ്റ് ജേണൽ ചെയ്യുന്നത്, ഇയർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെയല്ലേ എപ്പോഴും കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ബോറടിയാണ്, എൻ്റെ കൂടെ കളിക്കൂ, അങ്ങനെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം 12 മാസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കങ്ങനെ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവരും അതിൽ ഇൻവോൾവ് ആണ്. ഇപ്പോഴേ നമ്മളത് ശീലിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് തോന്നിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു കേട്ടോ. ഞാൻ ബുള്ളറ്റ് ജേർണലിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചധികം അതിമോഹങ്ങളായതുകൊണ്ട് അതിങ്ങനെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതും കാണാം. ഇപ്പോൾ കാണിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഞാൻ റഫായിട്ട് വെറുതെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. അതൊന്നും സ്ട്രക്ചർ ചെയ്തിട്ടില്ല. അതായത് കാണിക്കാൻ പറ്റുന്ന ഒരു ഭംഗിയിൽ അതിനെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വേഗ ഐഡിയാസും ഒരു കാൽക്കുലേഷൻസൊക്കെ കുറേ അതിമോഹങ്ങളും എല്ലാതും ഇങ്ങനെ 12 മാസത്തേക്കായിട്ട് ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കൂ. ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ, കമൻറ്റിൽ പറയൂ. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് നോക്കൂ. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, അതാണ് ഞാനിത് ഷെയർ ചെയ്യണത്. താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ടോളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ അവൾക്ക് റെഡിയാക്കിയിട്ടുള്ള ഒരു ഇയർലി പ്ലാനർ. അപ്പോൾ ഇതിൻ്റെ മീതെ ഒരു ഫാമിലി ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ അവളുടെ ഒരു സിംഗിൾ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു പഴയ പേപ്പർ പാക്ക് നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് പേജസ് ഞാൻ എടുക്കാറുണ്ട്. അത് അതിൻ്റെ കളർ ചാർട്ടാണ്, അതിൻ്റെ മീതെ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്സൊക്കെ. അപ്പോൾ അതും ഉണ്ടായിരുന്ന റൈറ്റിങ്സ് നമ്മളൊരു ഗിഫ്റ്റ് പേപ്പറിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഒട്ടിച്ച് മറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലെത്ത പേജിൽ വീണ്ടും അഗെയിൻ ഒരു പഴയ ഫാമിലി ഫോട്ടോ പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2025 ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല ബോക്സ് വരച്ചിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ പോകാൻ ഇഷ്ടമുള്ള അവളോട് ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്ത സംഗതികളാണിത്. അപ്പോൾ പോകേണ്ട സ്ഥലങ്ങൾ, വാങ്ങിക്കേണ്ട സാധനങ്ങൾ, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്താ വേണ്ടത്, പിന്നെ ഫുഡ് ക്രേവിങ്സ്, കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവുമല്ലോ, പിന്നെ ഇയർലി സെലിബ്രേഷൻസ് നോട്ട് ചെയ്യാനായിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പേജ് അവിടുത്തെ വിട്ടു പോന്നു കേട്ടോ. സാറിലി നമുക്കത് ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് മന്ത്ലി ഹാപ്പി ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 12 മാസത്തേക്കായിട്ട് ഇതിങ്ങനെ വരച്ചിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ മുന്നേ കളക്റ്റീവായിട്ടുള്ള ഗോൾസ് ഒന്നിച്ച് എഴുതിയല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് 12 മാസത്തേക്കായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ഡിവൈഡ് ചെയ്ത് എല്ലാ മാസത്തേക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞി ഡ്രസ്സ് തുന്നണതാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധനം മേടിക്കണം, അങ്ങനെ നമ്മൾ 2-3 സംഗതികൾ മേടിക്കാൻ, ഒരു സൈക്കിള്, സ്റ്റഡി ടേബിൾ, അതൊക്കെ വാങ്ങേണ്ടതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്കൊരു കോയിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ കാശ് കൊടുക്കയിൽ ഓരോ മാസം എത്ര കാശ് വെച്ചിട്ട് ഇടണം എന്നുള്ളതിൻ്റെ ഒരു എറൗണ്ടാണ് നമ്മളിതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ്, അതായത് ഈ നമസ്വീയുടെ ഈ കാശ് കൊടുക്കയിൽ നമ്മൾ ഇട്ട് കൂട്ടുന്ന പൈസ വെച്ചിട്ട് ആണ് അവൾക്ക് ഈ ഇയറിൽ മേടിക്കേണ്ട സംഗതികൾ. ഇപ്പോൾ മെയിനായിട്ട് എഴുതിയിട്ടുള്ളത് ഒരു സ്റ്റഡി ടേബിളും ഒരു സൈക്കിളും ആണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റഡി ടേബിൾ നെക്സ്റ്റ് ജൂണിൽ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് മേടിക്കാൻ പറ്റണം. അത് കഴിഞ്ഞ് സൈക്കിൾ മേടിക്കേണ്ടത്, ഇപ്പോൾ അവൾക്ക് ട്രൈ സൈക്കിളാണുള്ളത്, മറ്റേ സാധാരണ കുഞ്ഞി സൈക്കിളില്ല. അപ്പോൾ അത് നെക്സ്റ്റ് നവംബറിലാണ് നമസ്യയുടെ 6th ബർത്ത്ഡേ വരെ. അപ്പോൾ ആ സമയത്തേക്ക് മേടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ കാശ് കൊടുക്കയിൽ ഇട്ട് കൂട്ടുന്ന
എമൗണ്ട് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ജനുവരിയിൽ ഞാനൊരു 250 റുപ്പീസാണ് എഴുതിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ഓഗസ്റ്റൊക്കെ തൊട്ട് ഒരു 1000 രൂപ കാശ് കൊടുക്കൽ ഇടാൻ പാകത്തിന് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, മിഡ് ഓഫ് ദി ഇയർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടിയും പച്ച പിടിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇതുവരെ പോസ്റ്റ് ഓഫീസിൽ ഒരു ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ മാസം അത് ചെയ്തിട്ട് 12 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 12 ലെറ്റർ വരച്ചിട്ടുണ്ട്. വെറുതെ മന്തിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഫിഗറൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഓരോ മാസം നമുക്ക് അതിലേക്ക് എന്ത് ഇടാൻ പറ്റുമോ അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് ഇടാം. അത് ഇതിൽ മാർക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഇലുസ്ട്രേഷൻസും കളറിങ്ങും എല്ലാതും നമസ്തയും കൂടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പോസ്റ്റ് ബോക്സ് ഞാൻ വരച്ചു, ലെറ്ററിൻ്റെ ഒരെണ്ണം ഞാൻ വരച്ചു, ബാക്കിയുള്ളത് അവൾ തന്നെ വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്തു. അതിൻ്റെ ഔട്ടർ ഞാൻ വരച്ചു, അതിൻ്റെ ഇടയ്ക്കത്തെ ലൈനൊക്കെ നമസ്ത തന്നെയാണ് വരച്ചത്. കളറിങ്ങൊക്കെ നമസ്തയാണ് ചെയ്തത്. ഈ ഒരു പെപ്പ പിഗിനെ വരച്ചിട്ടുള്ളതിൽ ആദ്യം ഞാൻ ഒരെണ്ണം വരച്ചു, അപ്പോൾ അടുത്തതിൻ്റെ വാല് മാത്രം അവൾ വരച്ചു. പിന്നെ താഴത്തേക്ക് വന്നപ്പോൾ കണ്ണും മൂക്കും ചെവിയും കാലും വാലും ഒക്കെ നമസ്ത തന്നെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഇതൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറി. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു, പിന്നെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു പരിപാടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. താങ്ക് യു.